നമ്മൾ പാപം ചെയ്തു പോയി, നമ്മൾ കുറ്റം ചെയ്തു പോയി, പരിഹാരമുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരിവിന് അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, ദാസന്മാരായിരിക്കുന്ന ജോലിക്കാരോട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അർഹതയില്ലാത്ത പണം മേടിച്ചിട്ട് എന്തോന്ന് പ്രയോജനം? എന്നും കണ്ണുനീരും നിലവിളിയും ദുഃഖവും പാപവും അല്ലാതെ എന്റെ ജീവിതത്തിൽ കടം മാറിയ ദിവസമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നേരോടെ നടക്കുന്നവരെ ദൈവം സഹായിക്കും. ദൈവം നമ്മളെ കരുതിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകും. ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തൃപ്തി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആകിയാൽ നോക്കുവിന്, നിങ്ങളുടെ കള്ള സ്വഭാവങ്ങളും കാപട്യങ്ങളും മാറ്റിക്കളഞ്ഞുകൊള്ളുവിന്, ഉന്നത ഭാവങ്ങളെ താഴ്ത്തിക്കളഞ്ഞുകൊള്ളും. പ്രിയപ്പെട്ടവരെ, എന്നാൽ നോക്കുവിന്, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന്റെ വരവിന് വേണ്ടി നിങ്ങൾ വിശുദ്ധിയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നിന്റെ ദ്രവിച്ചു പോകുന്ന ശരീരം, പാപമുള്ള ഈ ശരീരവും മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നെ അണിയിപ്പിക്കും. 1000 ആണ്ട് കഴിഞ്ഞിട്ടോ അതിനുശേഷം ലോകം അവസാനിക്കും. 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോഴോ നമ്മൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വർഗീയമായിരിക്കുന്ന വാസത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് പറന്നു പോകും. ഇല്ല, നിങ്ങളിനെ നിഷേധിച്ച് നിങ്ങളുടെ പാപത്തിലാണ് മരിക്കുന്നെങ്കിൽ, പള്ളിയിലച്ഛനും തിരുമേനിയാണെങ്കിലും ശരി, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന് വേണ്ടി കഷ്ടം സഹിക്കാതെയാണ് നീ അടക്കപ്പെടുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായിരിക്കുന്ന ഒരു ന്യായവിധി നിന്നെ കാത്തുവരികയാണ്.